ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ കൂട്ടാനും മറന്നു പോകരുത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ടിപ്പിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പേനയുടെ ടോപ്പാണ് കേട്ടോ. നമ്മൾ ഇത് വലിച്ചെറിയാറാണ് പതിവ്. എന്നാൽ വലിച്ചെറിയാതെ ഇതേപോലെ ഒരു ഡബിൾ ടാപ്പ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ചുമരിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അലമാരയുടെ കീ അതല്ലെങ്കിൽ ഡോറിൻ്റെ കീ ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ കീയൊക്കെ തിരഞ്ഞ് ഒരുപാട് സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പച്ചക്കറി സ്റ്റാൻഡിൻ്റെ ഒരു തട്ടാണ് കേട്ടോ. നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെയുള്ള പച്ചക്കറി തട്ടുകൾ ഉണ്ടാവും. ഇവിടത്തേത് സ്ക്വയർ ടൈപ്പിലുള്ളതാണ്, റൗണ്ട് ടൈപ്പിലുള്ളതായാലും കുഴപ്പമൊന്നുമില്ല. അതിൽ നിന്ന് ഒരു പോർഷനാണ് ഞാൻ കൊണ്ടുവന്ന് ഷെൽഫിൽ വെച്ചിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ ഷെൽഫിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നിത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാനും എളുപ്പമായിരിക്കും. അത് അവിടെ ഇവിടെയും ഡിസോർഡറായിട്ട് കിടക്കുകയില്ല. ഇതുപോലെ വെക്കുന്ന സമയത്ത് കുട്ടികളുടെ മെഡിസിനൊക്കെ നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ അടിയിലായിട്ട് ഒരു പേപ്പർ ഒന്ന് വിരിച്ചതിന് ശേഷമാണ് കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു തട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് സ്പ്രേ, പൗഡർ, വിക്സ്, ചീർപ്പ് പോലെയുള്ള ഐറ്റംസാണ്. ഇതെല്ലാം നമുക്ക് എന്നും ആവശ്യമുള്ളതാണ്. എന്നാൽ ചില സമയത്ത് നമുക്കിതൊന്നും തിരഞ്ഞാൽ കാണുമില്ല. ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കതെല്ലാം എടുക്കാനായിട്ട് പറ്റും. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാനിത് വെച്ചതിൻ്റെ ഈ അടിവശത്തായിട്ട് എനിക്ക് നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് ഞാൻ മക്കളുടെ മെഡിസിനും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ബോക്സുകളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ കുറഞ്ഞ സ്ഥലത്ത് തന്നെ നമുക്ക് ഒത്തിരി ഐറ്റംസ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി പൊട്ടിപ്പോയിട്ടുള്ള പച്ചക്കറി സ്റ്റാൻഡൊക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് കീപ്പ് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത ടിപ്പ് ഓരോ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. നമ്മുടെ വീട്ടിലേക്ക് പച്ചക്കറി ആയിക്കോട്ടെ അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അതിലെല്ലാം കെമിക്കൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായിട്ട് ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലേ. എന്നാൽ ഒരു പരിധി വരെ അതിലുള്ള വിഷാംശത്തെ നമുക്ക് കുറക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ഞാനിതൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാധാരണ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം മഞ്ഞൾ സാധാരണയായിട്ട് ചെറിയ വിഷാംശമൊക്കെ കളയാനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണെന്നുള്ളത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിൽ ഇന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഫ്രൂട്ട്സാണ് കേട്ടോ. ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ആപ്പിൾ ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ഈ ഒരു വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് അരിച്ച് കഴുകിയെടുക്കാം. അപ്പം ഞാനിത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നല്ല വെള്ളത്തിൽ 1-2 തവണയൊന്ന് കഴുകി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ അതിലടങ്ങിയിട്ടുള്ള വിഷാംശം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്തതൊരു ക്ലീനിങ് ടിപ്സ് നോക്കാം. നമ്മൾ ഒരു ദിവസം തന്നെ ഏറ്റവും കൂടുതൽ തവണ ക്ലീൻ ആക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഗ്യാസ് സ്റ്റൗവും അതുപോലെ തന്നെ സിങ്കും. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാലും അതുപോലെ തന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് തന്നെ വൃത്തികേടാവുകയും ചെയ്യും. എന്നാൽ ഈസി ആയിട്ട് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ചിലപ്പോഴൊക്കെ ഗ്യാസ് സ്റ്റൗവിൽ തിളച്ചൊക്കെ ചിന്തിയിട്ട് ആകെ വൃത്തികേടാവാറുണ്ട് അല്ലേ, കറയൊക്കെ പിടിക്കാറുണ്ട്. എന്നാൽ അതെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനൊരു കുഞ്ഞ് ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഡിഷ് വാഷ് ലിക്വിഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് ലിക്വിഡ് മാത്രമേ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒത്തിരി ആഡ് ചെയ്തതിന് ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. കഷ്ടി 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം. അത് ഞാൻ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതന്നെ ആഡ് ചെയ്യുക. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് പൊടിയുപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ആ ലിക്വിഡിൻ്റെ കളറ് തന്നെ നല്ല രീതിയിൽ ചേഞ്ച് ആവും കേട്ടോ. ഉപ്പ് നല്ലപോലെ മെൽറ്റായിട്ട് കിട്ടണം. അപ്പോൾ ഞാനിത് നല്ലപോലെ തന്നെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്.
ഉപ്പൊക്കെ മെൽറ്റായതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണ് ലിക്വിഡ് ചേർത്ത് കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അടിവശത്തായിട്ട് ഒരു ബേക്കിംഗ് സോഡയൊക്കെ ഇങ്ങനെ ഊടിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് മാറ്റുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ബോട്ടിലേക്ക് മാറ്റാനായിട്ട്. അപ്പോൾ ഞാനിത് ഇതൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യാം. ഞാനതില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ അടിവശത്ത് കുറച്ച് ബേക്കിംഗ് സോഡയുടെയും അതുപോലെ തന്നെ ഉപ്പിൻ്റെയൊക്കെ അംശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ബോട്ടിലേക്ക് വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബോട്ടിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ലിഡൊക്കെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പപ്പടക്കോല് വെച്ചിട്ട് ആ ഒരു ലിഡിൽ 2 ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എൻ്റെ ഗ്യാസ് സ്റ്റൗവൊക്കെ നന്നായിട്ട് തന്നെ അഴുക്കും കറയൊക്കെ പിടിച്ചിട്ടുണ്ട്. തിളച്ച് ചിന്തിയ പാടുകളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഇതെല്ലാം ഒന്ന് എടുത്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള 2 ലിഡാണ്. നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ബോട്ടിലിൻ്റെയൊക്കെ ലിഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾ ഗ്യാസൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ബർണറിലേക്കൊക്കെ വെള്ളം ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2 ലിഡും ആ ഒരു ബർണർ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഗ്യാസ് സ്റ്റൗവിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഒത്തിരി അഴുക്കും കറയൊക്കെ പിടിച്ചുകൊണ്ട് തന്നെ കുറച്ച് അധികം ലിക്വിഡ് യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ ഇതൊക്കെ ആണെങ്കിൽ 1-2 ഡ്രോപ്പ് തന്നെ മതിയാവും കേട്ടോ. അപ്പം ഞാൻ ആ ഒരു മിക്സൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിത് സ്പഞ്ച് വെച്ചിട്ടാണ് കേട്ടോ ഉരച്ചെടുക്കുന്നത്. ഇങ്ങനെ ഉരക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് പത വരുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒത്തിരി അഴുക്കുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം യൂസ് ചെയ്തിട്ടുള്ളത്. തിളച്ചൊക്കെ ചിന്തിയിട്ട് അതിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഒരു അഴുക്കുള്ളെങ്കിൽ 1-2 ഡ്രോപ്പ് തന്നെ മതിയാവും. എന്നിട്ട് ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പ് വശവും സൈഡൊക്കെ ഞാൻ ഈ ഒരു സ്പഞ്ച് വെച്ചിട്ടൊന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും എനിക്ക് പറ്റി പിടിച്ചിട്ടുള്ള അഴുക്കെല്ലാം നന്നായിട്ട് തന്നെ നീങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. അപ്പം അതിനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ഒരു പീസാണിത്. ഇത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു ലിക്വിഡ് പതഞ്ഞിട്ടുണ്ടല്ലോ അതെല്ലാം ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 1-2 തവണ നമ്മൾ ഇതേപോലെ വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് ആ ഒരു സോപ്പ് പതയൊക്കെ പോയി കിട്ടും. ഇപ്പോൾ ഒരു തവണ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ തവണയും ഞാൻ ആ ഒരു തുണി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എനിക്ക് ആ ഒരു ഭാഗത്തുണ്ടായിരുന്ന അഴുക്കെല്ലാം നല്ല രീതിയിൽ തന്നെ നീങ്ങി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു 2-3 തവണ ഞാൻ ആ ഒരു പത പോരാനായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒത്തിരി യൂസ് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ എനിക്ക് തുടച്ചെടുക്കേണ്ടി വന്നത്. വളരെ കുറച്ചാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു പ്രാവശ്യം തുടച്ചെടുത്താൽ തന്നെ നമുക്ക് നീറ്റായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാനിതാ 3 തവണയും തുടച്ചെടുത്തതിന് ശേഷമുള്ളൊരു ലുക്കാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഗ്യാസ് സ്റ്റൗവൊക്കെ അഴുക്കൊക്കെ പോയി നല്ല പോലെ പുത്തനായിട്ട് കിട്ടിയിട്ടുണ്ട്. എത്ര അഴുക്ക് പിടിച്ച ഗ്യാസ് സ്റ്റൗവും ഈ ഒരു മിക്സി വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ പുത്തനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ചിലപ്പോഴൊക്കെ ഭക്ഷണ സാധനങ്ങൾ തിളച്ച് ചിന്തി ബർണറിൻ്റെ ഈ ഒരു ഹോൾസിലൊക്കെ നിറഞ്ഞ് കത്താതെ വരാറുണ്ട് അല്ലേ. ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചീർപ്പാണ്. എന്നിട്ട് ആ ഒരു ബർണറിൻ്റെ ഹോൾസിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഹോളിൽ എന്തെങ്കിലും അടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ആയിട്ട് കിട്ടും കേട്ടോ. ചെറുതായിട്ട് പല്ലുള്ള ചീർപ്പാണെങ്കിൽ ഒന്നുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ചീർപ്പ് വെച്ചിട്ട് ബർണറിൻ്റെ ഹോൾസിലെല്ലാം ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ബർണർ ഞാൻ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ ബർണറും ചീർപ്പ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഗ്യാസ് സ്റ്റൗവിൽ പെട്ടെന്ന് അഴുക്കാവുന്നതും ക്ലീൻ ചെയ്യാൻ പാടുള്ള ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ചീർപ്പ് വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യാം. ആ ഒരു ഭാഗത്ത് ചീർപ്പ് വെച്ചിട്ട് ഇതേപോലെ ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് റിമൂവ് ആയിട്ട് കിട്ടും. ഇപ്പം ഞാനിത് ചീർപ്പ് വെച്ചിട്ട് ആ ഒരു ഇതിൻ്റെ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു അഴുക്ക് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതാണ് ചീർപ്പിൽ നിങ്ങൾക്ക് കാണാത്തത്. നമ്മുടെ കൈ വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പാടുള്ള ഒരു ഏരിയയാണ്. എന്നാൽ ഇതേപോലെ ചീർപ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് ക്ലീൻ ആക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഒരു ഭാഗം ക്ലീൻ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ഭാഗവും ഇതേ രീതിയിൽ തന്നെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അടുപ്പ് ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ചീർപ്പിൽ അഴുക്കൊക്കെ പഴിഞ്ഞിട്ടുള്ളത്. ചീർപ്പിൽ ഒറ്റയ്ക്കായിട്ട് നമുക്ക് കാണില്ല, നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ വെച്ച് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തുണ്ടായിരുന്ന അഴുക്കെല്ലാം എനിക്ക് നീങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിലും ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി പൊട്ടിയിട്ടുള്ള ചീർപ്പോ എന്നുണ്ടെങ്കിൽ വെറുതെ കളയണ്ട. ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ഉണങ്ങിയൊരു തുണി വെച്ചിട്ട് നമ്മളൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗം നന്നായിട്ട് തന്നെ നമുക്ക്
ക്ലീൻ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഞാനിതാ ചീർപ്പൊക്കെ വെച്ച് ക്ലീൻ ചെയ്ത് അതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു ഭാഗം എനിക്ക് നല്ല പോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ളൊരു വ്യൂസാണിത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ഒരു ഭാഗത്തൊക്കെ എനിക്ക് നന്നായിട്ട് അഴുക്കുണ്ടായിരുന്നു, അതെല്ലാം എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോകാം. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സി വെച്ചിട്ട് നമുക്ക് സിങ്കും ഇതേ രീതിയിൽ ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകുന്നതിന് മുമ്പാണ് കേട്ടോ ഈ ഒരു സിങ്ക് ആദ്യം ഒന്ന് കഴുകിയെടുക്കുന്നത്. നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു മിക്സ് സിങ്കിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ സിങ്ക് ആകമാനം ഈ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ സിങ്ക് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സിങ്കിലുണ്ടായിരുന്ന അഴുക്കും കടയ്ക്ക് എനിക്ക് നല്ല രീതിയിൽ തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും സിങ്കും നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.